നമസ്കാരം. ലോക ചരിത്രത്തിൽ ചിലർ അറിയപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. നന്മ ചെയ്താൽ മറിയപ്പെടും, തിന്മ ചെയ്താൽ മറിയപ്പെടും. അതുകൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലറും മദർ തെരേസയും ഒക്കെ അറിയപ്പെടുന്നത്. KF ഇക്ബാൽ ഉൾപ്പെടെ അദ്ദേഹത്തെ നമ്മളെല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിന്റെ ചില നന്മ പ്രവൃത്തികളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളിലേക്ക് പോകാം. എന്നെ സാധാരണഗതിയിൽ ആളുകൾ അറിയപ്പെടുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം, മനുഷ്യാവകാശ പ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമര പോരാളിയായിരിക്കാം. ഈ ലേബലിലൊക്കെയാണ് ആളുകൾ എന്നെ അറിയപ്പെടുന്നത്. ഇപ്പം നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇക്ബാലിനെ വിളിക്കണം എന്ന ആളുകൾക്ക് തോന്നിപ്പോകുന്നത് ഞാൻ കുറച്ച് ഈ സമരമുഖത്തൊക്കെ നിന്നുകൊണ്ട് കുറച്ച് റാഷായി സംസാരിക്കുന്ന ഒരാളാണ്. കാരണം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് റാഷായി സംസാരിക്കേണ്ടി വരും, ഉദ്യോഗസ്ഥരെ ഗൗരവ ചെയ്യേണ്ടി വരും, അവരോട് കുറച്ച് അനിഷ്ടത്തോടു കൂടി സംസാരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് മുഖ്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതിലുപരി നമ്മുടെ നാടിന്റെ ഒരു ഡെവലപ്മെന്റ് കൂടി അതിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരോഗ്യപരമായി നമ്മുടെ നാട് വളരെ മോശം സിറ്റുവേഷനിലാണ്. നമ്മുടെ നാട്ടില് ആരോഗ്യ മേഖല എത്രമാത്രം മോശപ്പെട്ടു എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു താലൂക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു മേഖലയിൽ ഒരു ഹോസ്പിറ്റല് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യശീലങ്ങൾ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വൃക്കരോഗികളും ഹൃദയരോഗികളും ഒക്കെ ആയി മാറിപ്പോകുന്നത്. നമ്മുടെ നാട്ടില് ഇത്തരം ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും ഗവൺമെന്റ് സംവിധാനത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ നാട്ടിൽ മഞ്ചേശ്വരം താലൂക്കിന്റെ ആസ്ഥാനമാണ് ഉപ്പള എന്ന് പറയുന്നത്. ഇവിടെ നയാബസാറിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ സമരത്തായിരുന്നു. ആ സമരത്തില് ഞങ്ങൾ വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് കമ്മ്യൂണിറ്റി സെന്ററായി മാറി, പിന്നീട് അത് താലൂക്ക് ഹോസ്പിറ്റലായി മാറി. ഇതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് സമരങ്ങളുടെ ചരിത്രമുണ്ട്. അത്രയധികം വിഷമഘട്ടത്തിലായിരുന്നു ഞങ്ങളൊക്കെ ആ സമയത്ത് പോയിരുന്നത്. ഇന്നും നമ്മുടെ ഹോസ്പിറ്റല് ശൈശവാവസ്ഥയിൽ തന്നെയാണ്. ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ് ഇന്നും നമ്മുടെ ഹോസ്പിറ്റൽ ഉള്ളത്. കിഫ്ബിയുടെ ഫണ്ട് ഏകദേശം 10-18 കോടിയോളം വന്നിട്ടുണ്ട്. അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, MLA ചെയർമാനായിട്ടുള്ള HMC എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഞാൻ. നിരന്തരമായി ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ആരോഗ്യ മേഖലയിൽ വലിയ വിപ്ലവാത്മകമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇങ്ങേ അറ്റത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ വളരെയധികം പിന്നോക്കം നിൽക്കുമെന്ന് പറയുന്നത് നമ്മുടെ നാടിന് വലിയൊരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൽ വളരെ എന്താ പറയാ, നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം ഉണ്ടായി. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഏതോ ഒരു അന്യസംസ്ഥാന തൊഴിലാളി കിണറ്റിൽ വീണ് മരണപ്പെട്ടു. അയാളുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ആളുടെ ബോഡി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ബോഡി ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന്റെ സാങ്കേതികത്വം എന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഫോറൻസിക് സർജൻ ആവശ്യമുണ്ട്, മരണത്തിൽ സംശയം ഒന്നുമില്ല എന്ന രീതിയിലാണ് ഇതെന്ന് പറഞ്ഞു വരുന്നത്. അസ്വാഭാവിക മരണം ഉണ്ടാകുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ബോഡികൾ പരിയാരം മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് അങ്ങനെ ഒരു നോർമൽ ഡെത്ത് ആണ്, എന്നാൽ ഒരു കിണറ്റിൽ വീണ ഒരു സംഭവമാണ്. ഇപ്പൊ ഡോക്ടർ ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അന്ന് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ സമ്മതിച്ചു. ഞങ്ങൾ മര്യാദയുടെ ഭാഷയിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തേ മതിയാവൂ, ഒരു താലൂക്ക് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധം വേണം എന്ന കാര്യം പറഞ്ഞിരുന്നു. അന്ന് അവരത് ഗൗനിച്ചില്ല. ഗൗനിക്കാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആ ബോഡി എടുത്ത് റോഡിലേക്ക് വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലെ കവാടം അടച്ചു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ കമാനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിർത്തി. ഞങ്ങൾ വലിയൊരു സമരം അവിടെ പൊട്ടിപ്പുറപ്പെടുവിച്ചു. ആളുകൾക്ക് വലിയ ഭയചകിതരായി നിന്നു. ഞങ്ങൾ ഒരൊറ്റ ഡിമാൻഡ്, ഈ ബോഡി നടു റോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇതിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണം.
ഞാനന്ന് DMO ഡോക്ടർ രാംദാസിനെ വിളിച്ചിരുന്നു ആ സമയത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓ നടക്കില്ല, ഡോക്ടർ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയും, നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സമരം അവസാനിപ്പിക്കില്ല. പിന്നീട് പോലീസ് വന്നു, ഞങ്ങളോട് സമാധാനപരമായി സംസാരിച്ചു. ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം ഇവിടെ നിന്നതാണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇത് വീണ്ടും ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി ഇന്നിവിടെ തുടക്കം കുറിക്കണം. അങ്ങനെ തുടക്കം കുറിച്ച പോസ്റ്റ്മോർട്ടം ഇന്നേ വരെ നിലച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ചെയ്ത സമരത്തിന്റെ ഭാഗമായി ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായതാണ്. നമ്മൾ ഇന്ന് കാണുന്ന മഞ്ചേശ്വരം താലൂക്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് യുവ വ്യവസായി UK യൂസഫും തമ്മിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ താലൂക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ താലൂക്ക് മഞ്ചേശ്വരത്ത് വേണമെന്ന ആവശ്യമായി മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ മുഖ്യധാരയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചുകൊണ്ട് ഒരു യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ മുൻപന്തിയിൽ UK യൂസഫും ഞാനൊന്നും ഉണ്ടായിരുന്നു. ചെറുക്കളം അബ്ദുള്ള സാഹിബ് അന്ന് MLA ആയിരുന്നു. ആ സമയത്തായിരുന്നു ഇതിന്റെ ഒരു ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പളിലെ വ്യാപാര ഭവനിൽ വെച്ച് ഗോൾഡൻ അബ്ദുൽ ഖാദറും അതേപോലെ തന്നെ ചെറുക്കളം അബ്ദുള്ളയും വ്യത്യസ്ത രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ യോഗം അവിടെ ചേർന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിരുന്നു ഞാൻ. ഞങ്ങളന്ന് എടുത്ത തീരുമാനം, ഒരു സംഘം തിരുവനന്തപുരത്ത് പോയി അന്നത്തെ ധനകാര്യമന്ത്രി KM മാണിയെ കാണുകയും മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കാണണം എന്നുള്ള കാര്യമാണ്. ഞങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് ഈ താലൂക്ക് ഫോർമേഷൻ വരണമെന്ന് പറയുന്നത് ബാബുപോൾ കമ്മീഷനാണ്. ആ കമ്മീഷന്റെ കാര്യങ്ങളും ഒക്കെയായി ഞങ്ങൾ എന്ത് ചെയ്തു, മന്ത്രിമാരെ കാണാൻ ഇവിടെ തിരുവനന്തപുരത്ത് പോയി. അന്ന് പ്രിയപ്പെട്ട നമ്മുടെ റദ്ദുച്ച ഉണ്ടായിരുന്ന MLA ആയിരുന്നു അദ്ദേഹം. ചെറുക്കൽ അബ്ദുള്ള സാഹിബ് മുൻ മന്ത്രിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അന്നത്തെ MLA ആയിരുന്ന റദ്ദുച്ചയും അഷ്റഫ് കാർലയും ഗോൾഡൻ അബ്ദുൽ ഖാദറും മഞ്ജുനാഥ് ആൽവയും അങ്ങനെ ഒരു വലിയ സംഘം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, 7 അംഗ സംഘം തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു, കേരളത്തിൽ പൊതുവായിട്ട് ഏതെങ്കിലും ഒരു താലൂക്ക് ഫോർമേഷൻ നടക്കുകയാണെങ്കിൽ, താലൂക്ക് രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അതിലെ പ്രഥമ പരിഗണന മഞ്ചേശ്വരത്തിനായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു താലൂക്കാണ് മഞ്ചേശ്വരം എന്നുള്ളത്. ഇത് എത്ര പേർക്ക് അറിയും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നേടിയെടുത്ത ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ നേടിയെടുത്ത മഞ്ചേശ്വരം താലൂക്കിന് ഇന്നും ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായിട്ടില്ല. ഇന്നും ഉപ്പളയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ 3-ാം നിലയിലാണ് നമ്മുടെ താലൂക്ക് പിന്നെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വയോധികരായ ആളുകൾക്ക് അവിടെ കടന്നു ചെല്ലാൻ പ്രയാസമാണ്, അവിടെ പോകാൻ വേണ്ടി കഴിയുന്നില്ല. നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് ഫണ്ട് വിനിയോഗിക്കാൻ സർക്കാരും തയ്യാറാണ്. പക്ഷെ എന്തുകൊണ്ടോ ചില തടസ്സങ്ങൾ കാരണം അതൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. ഇത് നാട്ടുകാർക്ക് വലിയ പരാതിയുള്ള വിഷയമാണ് എന്നുള്ള കാര്യം ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാലും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട് വികസനോന്മുഖ പ്രവർത്തനത്തിൽ പലപ്പോഴും പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമായി ഉണ്ട്. അത് മുന്നാക്കത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒന്നിക്കണം എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്.